അപൂർവം ചില വീഡിയോകളിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ പറയാറുള്ളൂ, ഇത് ഉറപ്പായും കാണണമെന്ന്. ഇത് അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോകൾ നിങ്ങളെ നിരാശപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്നെ പലരും വിളിച്ചു പറഞ്ഞു, അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞങ്ങളത് കാത്തിരുന്ന് വീണ്ടും വീണ്ടും കണ്ടു. ഒരു നഷ്ടം ഉണ്ടായില്ല. ചിലതൊക്കെ ഞെട്ടിപ്പോയി, ചിലതൊക്കെ വലിയ സന്തോഷമുണ്ടായി. ഇത് ഒരു വലിയ ചതിയുടെ കഥയാണ്. എന്നെയും നിങ്ങളെയും ഈ രാജ്യത്തെയും ചതിച്ച ഒരു കഥ, ഒരു ചതിയുടെ കഥ. ആ കഥ നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഞാനൊരു സിനിമാ കഥ പോലെ പറയാം. സത്യത്തിൽ സിനിമയിൽ കാണുന്നതിനേക്കാളും ഭീകരമാണ് യഥാർത്ഥ സത്യമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ കഥ നടക്കുന്ന ആദ്യ ഭൂമിക എന്ന് പറയാൻ പറ്റില്ല, കാരണം കടലാണ്. കടലിൽ ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പൽ നിരീക്ഷണം നടത്തുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യങ്ങൾക്ക് കടലിന് അധികാരപരിധിയുണ്ട്. അപ്പോൾ ഇന്ത്യൻ വാട്ടേഴ്സിൽ നിന്ന് ഇന്ത്യൻ നേവിയുടെ കപ്പൽ പാകിസ്ഥാൻ വാട്ടേഴ്സിലേക്ക് നിരീക്ഷിക്കുന്നു. അപ്പോൾ അങ്ങ് ദൂരെ ഒരു പൊട്ടുപോലെ ഒരു യാനം വരുന്നത്. അവർ ടെലസ്കോപ്പ് വെച്ച് നോക്കി, ബൈനോക്കുലർ വെച്ച് നോക്കി. അതൊരു ബോട്ടാണ്. ആ ബോട്ടിൻ്റെ പേര് അൽ ഹുസൈനി എന്നാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് അവരെടുത്തു, എന്ന് പറഞ്ഞാൽ രേഖാംശം, അക്ഷാംശം. ബോട്ട് എവിടെയാണ്? അത് ഇന്ത്യൻ വാട്ടേഴ്സിന് നേരെ വരികയാണ്. അപ്പോൾ തന്നെ നമ്മുടെ നേവിയുടെ കപ്പലിൽ നിന്ന് അലേർട്ട് പോയി, പാകിസ്ഥാൻ സമുദ്രത്തിലൂടെ, പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള പാക് വാട്ടേഴ്സിലൂടെ ഒരു ബോട്ട് അതിവേഗത്തിൽ ഇന്ത്യൻ ഭാഗത്തേക്ക് വരുന്നുണ്ട്. സ്വാഭാവികമായും അങ്ങനെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിരീക്ഷിക്കുക, അതിനെ പിന്തുടരുക, നമ്മുടെ അതിർത്തിയിൽ കയറിയാൽ അവനെ പിടിക്കുക എന്നാണ് മറുപടിയായി മെസ്സേജ് വരുന്നത്. പക്ഷേ ആ കപ്പലിലേക്ക് വന്ന മെസ്സേജ് നിങ്ങൾ അടുത്ത തുറമുഖത്തേക്ക് വരിക എന്നായിരുന്നു. ആ ബോട്ട് ഇന്ത്യൻ സമുദ്രാതിർത്തി നോക്കി അൽ ഹുസൈനി എന്നുള്ള ബോട്ട് പാഞ്ഞു വരുമ്പോൾ അതിനെ കണ്ടെത്തിയ കപ്പലിലെ ക്യാപ്റ്റന് കിട്ടുന്ന ഉത്തരവ്, നിങ്ങൾ അവിടെ നിന്ന് മാറുക, അടുത്ത തുറമുഖത്തേക്ക് പോവുക എന്നായിരുന്നു. ഇനി ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ പോകുന്നത് പാകിസ്ഥാനിലേക്കാണ്. ഒരു സിനിമാ കഥ പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വീണ്ടും പറയുന്നു, സിനിമാ കഥയേക്കാളും ഭീകരമാണ്. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ എല്ലാ വർഷവും ഈ 2 വർഷം കൂടുമ്പോൾ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് നടക്കാറുണ്ട്. 2008 ഇങ്ങനെ ആഭ്യന്തര വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് ഇസ്ലാമാബാദിൽ നടക്കും. ഇന്ത്യയിലെ ഹോം സെക്രട്ടറി മധുകർ ഗുപ്ത അടങ്ങുന്ന സംഘമാണ് അങ്ങോട്ട് പോകുന്നത്. അവർ പോകാൻ റെഡിയായി, പേപ്പേഴ്സ് എല്ലാം റെഡിയായി. അവർ പാകിസ്ഥാനിലേക്ക് പോകാൻ തയ്യാറാവുന്നതിന് തൊട്ട് മുമ്പ് മുകളിൽ നിന്നൊരു ഉത്തരവ് വരുന്നു, ഈ സംഘത്തിൽ ഒരാളെ കൂടെ ഉൾപ്പെടുത്തണം. അഡീഷണൽ സെക്രട്ടറി ബോർഡർ മാനേജ്മെൻറ്റ് അൻവർ ഇഷാൻ അഹമ്മദ്, അയാളെ കൂടി ഉൾപ്പെടുത്തണം. അപ്പോൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റിലെ കേന്ദ്ര ആഭ്യന്തര വകുപ്പിലെ ചിലർക്ക് സംശയം വന്നു, അത് പറ്റില്ലല്ലോ, അങ്ങനെ പരിപാടിയില്ലല്ലോ. കാരണം 2006 പോയി ആ സംഘം എന്ന് പറഞ്ഞാൽ ബോർഡർ മാനേജ്മെൻറ്റൊക്കെ നോക്കുന്ന ആൾക്ക് ഇത്തരം ഒരു ഡെലിഗേഷനിൽ പോകാൻ അർഹതയില്ല. അതുകൊണ്ട് ഇയാളെ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വന്ന മറുപടി മുകളിൽ നിന്നുള്ള തീരുമാനമാണ്. അങ്ങനെ ഈ സംഘം അൻവർ ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഈ അഡീഷണൽ സെക്രട്ടറി ബോർഡർ മാനേജ്മെൻറ്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാകിസ്ഥാനിലേക്ക് പോകുന്നു. പാകിസ്ഥാനിൽ ചെന്ന് 2 ദിവസത്തെ മീറ്റിംഗ് കഴിഞ്ഞ് പെട്ടെന്ന് പാകിസ്ഥാൻ ഇൻറ്റീരിയർ മിനിസ്റ്റർ റഹ്മാൻ മാലിക് പറയുന്നു, നിങ്ങൾ ഇവിടെ വരെ വന്നതല്ലേ, ഒരു ദിവസം കൂടെ നിൽക്കും, നിങ്ങൾ ഒരു ദിവസം എന്നോടൊന്ന് സംസാരിക്കും. നിങ്ങൾ ആഭ്യന്തര സെക്രട്ടറിമാർ മാത്രമല്ലേ സംസാരിച്ചുള്ളൂ, ഞാൻ ആഭ്യന്തരമന്ത്രിയാണ്, ഞാനുമായിട്ടൊരു മീറ്റിംഗ്, നമുക്ക് അടിപൊളിയായിട്ടൊരു പാർട്ടിയൊക്കെ നടത്താം എന്ന് പറഞ്ഞ് നിശ്ചയിക്കപ്പെട്ടതിനേക്കാളും ഒരു ദിവസം കൂടി ഇന്ത്യൻ ഡെലിഗേഷൻ അവിടെ നിൽക്കാൻ പറയുന്നു. പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ നിന്ന് കുറച്ചകലെയായിട്ടും മൂറി എന്ന് പറയുന്ന ഒരു ഹിൽ പ്രദേശമുണ്ട്, ഹിൽ സ്റ്റേഷനുണ്ട്. വളരെ രസകരമായ, വളരെ മനോഹരമായ, സുഖകരമായി കഴിയാവുന്ന ഹിൽ സ്റ്റേഷനിലേക്ക് ഇന്ത്യൻ ഉദ്യോഗസ്ഥ സംഘത്തെ കൊണ്ടുപോകും. നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി മധുകർ ഗുപ്ത ഉൾപ്പെടെയുള്ള ആളുകൾ അതിനകത്തുണ്ട്. അവിടെ പതിവുപോലെയുള്ള പാർട്ടി നടക്കുമ്പോൾ ഈ മീറ്റിംഗ് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമ്മുടെ ഈ സംഘത്തിലുള്ള ചില ഉദ്യോഗസ്ഥർ പറഞ്ഞു, സാർ ചില പ്രശ്നങ്ങളുണ്ട്. കാരണം ആ സംഘത്തിൽ നമ്മുടെ IB ഉൾപ്പെടെയുള്ള രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ
ചില ഉദ്യോഗസ്ഥന്മാർ തലവന്മാരും ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, സാർ നാട്ടിൽ നിന്ന് ചില ഇൻപുട്സ് വരുന്നുണ്ട്, അത് എന്തോ ഒരു കുഴപ്പം നാട്ടിൽ ഉണ്ടാകാൻ പോകുന്നു, അതുകൊണ്ട് നമ്മൾ എത്രയും വേഗം മടങ്ങണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ സംഘത്തിലേക്ക് മുകളിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നുഴഞ്ഞു കയറിയ അൻവർ ഇഷാൻ അഹമ്മദ് പറയുന്നു, അതൊന്നും കാര്യമില്ലെന്നേ, നമുക്കിവിടെ നിൽക്കാം, ഒരു ദിവസം ഇവിടെ നിൽക്കാം, പാകിസ്ഥാനിൽ വന്നതല്ലേ, വന്നപ്പോൾ നമുക്ക് നാടിച്ച് പൊളിച്ചിട്ട് പോവാം. മാത്രമല്ല റഹ്മാൻ മാലിക് ആഭ്യന്തരമന്ത്രി വിളിച്ചതല്ലേ, അത് മോശമാണ്, പോയില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയുന്നു. അദ്ദേഹം ഈ സംഘത്തിൻ്റെ രണ്ടാമനായിരുന്നു. മധുകർ ഗുപ്ത ഹോം സെക്രട്ടറി ഒന്നാമൻ, സീനിയോറിറ്റിയിൽ തൊട്ട് താഴെ നിൽക്കുന്ന ആളാണ് നുഴഞ്ഞു കയറി വന്ന അൻവർ ഇഷാൻ അഹമ്മദ്. ആരാണ് അയാളെ ഈ സംഘത്തിലേക്ക് വിട്ടതെന്ന് അറിയില്ല. അപ്പോൾ അയാളും കൂടെ പറഞ്ഞു, അങ്ങനെയല്ലേ സാർ, നമുക്കൊരു ദിവസം നിന്നിട്ട് പോകാം എന്ന് പറഞ്ഞപ്പോൾ മധുകർ ഗുപ്ത എന്ന് പറഞ്ഞ ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു, ശരി എന്നാൽ ഒരു ദിവസം നിൽക്കാം. അങ്ങനെ അവർ മൂറി എന്ന് പറയുന്ന സ്ഥലത്തിരിക്കുമ്പോൾ നമ്മുടെ ഉദ്യോഗസ്ഥരുടെ മൊബൈൽ ഫോണുകളിലേക്ക് ചില കോളുകൾ വരുന്നുണ്ട്. പക്ഷേ എടുക്കാൻ പറ്റുന്നില്ല, കട്ടായി സിഗ്നലില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് ആഭ്യന്തര വകുപ്പിലെ പലർക്കും ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറിയെ വിളിക്കണമായിരുന്നു, ചില കാര്യങ്ങൾ പറയണമായിരുന്നു. പക്ഷെ വിളിക്കുമ്പോൾ റേഞ്ച് കിട്ടുന്നില്ല. എന്താണ് സംഭവിച്ചതെന്നറിയാമോ? അപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ പാകിസ്ഥാനിലിരിക്കുന്ന ആ സമയത്ത്, പ്രിയപ്പെട്ടവരെ, മുംബൈയിൽ ഭീകരാക്രമണം നടക്കുകയാണ്. മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയത് ഞാൻ ആദ്യം പറഞ്ഞ ബോട്ടിൽ വന്ന 10 പേരാണ്. നോക്കൂ, അവർ ബോട്ടിൽ വരുന്നു, അവരെ ഇന്ത്യൻ നേവി കണ്ടുപിടിക്കുന്നു, അവരെ പിടിക്കാതെ വിട്ടേക്കാൻ പറയുന്നു, കപ്പൽ അവിടെ നിന്ന് മാറ്റി. അവർ വന്നിറങ്ങിയ അതേ ഡേറ്റിൽ ഇന്ത്യയിലെ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി അടക്കമുള്ളവർ പാകിസ്ഥാനിൽ. നവംബർ 25 അവരുടെ തിരിച്ചെത്തണം. പക്ഷേ അവരുടെ യാത്ര ഒരു ദിവസം കൂടെ, അവരുടെ പാകിസ്ഥാനിലെ താമസം ഒരു ദിവസം കൂടെ നീട്ടിവെക്കാൻ പ്രധാന പങ്ക് വഹിച്ചത് ഈ സംഘത്തിൽ മുൻ കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് കയറിപ്പറ്റിയ അൻവർ ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ്. പേര് ശ്രദ്ധിക്കണം. അയാൾ ഉൾപ്പെടെയുള്ള ഈ സംഘം പിന്നെ പോകുന്നത് മൊബൈൽ സിഗ്നലുകൾ കിട്ടാത്ത മൗറി എന്ന് പറയുന്ന സ്ഥലത്താണ്. അങ്ങനെ നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി അടക്കമുള്ളവർ തിരിച്ച് ഇന്ത്യയിലെത്തുമ്പോൾ 166 പേരെയാണ് പാകിസ്ഥാനിൽ നിന്ന് വന്ന ഭീകരന്മാർ വെടിവെച്ചു കൊന്നത്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭീകരാക്രമണം. യാദൃശ്ചികമാണെന്ന് തോന്നുന്നുണ്ടോ? ഇനി നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡ് നിൽക്കുകയാണ്. ആ സെക്യൂരിറ്റി ഗാർഡിൻ്റെ സംശയം തോന്നുന്ന ഒരാൾ എന്തെങ്കിലും പെരുമാറ്റം ഉണ്ടായാൽ എന്ത് ചെയ്യും? അയാൾ വിടാൻ നോക്കിക്കൊണ്ടിരിക്കും. ഇനി അയാൾ അവിടെ നിന്ന് മാറണമെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയണം. അതാണ് നമ്മുടെ നേവിയോട് ആരാണ് പറഞ്ഞത്? ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി നോക്കൂ, ഈ ബോട്ടിൽ വന്നവർ വരുന്ന വഴിക്ക് കടലിൽ മീൻപിടുത്തത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന കുബേർ എന്ന് പറയുന്ന ഒരു ബോട്ടിലേക്ക് ചാടിക്കയറി ആ ബോട്ടിലെ തൊഴിലാളികളെ വെടിവെച്ച് കടലിൽ തള്ളിയിട്ട് അവരുടെ ബോട്ട് ഉപേക്ഷിച്ച് കുബേർ എന്ന് പറയുന്ന ബോട്ടിൽ ഇന്ത്യൻ തീരത്തേക്ക് എടുത്തു. ഇന്ത്യൻ തീരത്തെത്തുന്നതിന് തൊട്ട് മുമ്പ് അവർ 2 റബ്ബർ ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ചു. കുബേർ ബോട്ടും കടലിൽ തള്ളി. എന്നിട്ട് ഈ ഡിങ്കി ബോട്ടുകൾ ഉപയോഗിച്ച് അവർ ബദവാർ പാർക്ക്, മുംബൈ കഫ് പരേഡിനടുത്തുള്ള ബദവാർ പാർക്കിലെ മത്സ്യബന്ധന വില്ലേജിൽ രാത്രി 7:30 മണിക്ക്. 7:30 മണിക്ക് 10 ചെറുപ്പക്കാർ വലിയ ബാഗുകളൊക്കെ തൂക്കി, അതിനകത്ത് AK-47 ഉൾപ്പെടെയുള്ള തോക്കുകൾ, ബോംബുകൾ, ഗ്രനേഡുകളൊക്കെയാണ്. അവർ അതിലെ നടന്നുപോയി. ആരും അവരെ തിരിച്ചറിഞ്ഞില്ല. കാരണം ഒരു മത്സ്യബന്ധന ഗ്രാമത്തിലൂടെ അവരിതർ വന്ന ആരാടാ എന്താടാ എന്നൊക്കെ ചോദിക്കും. പക്ഷെ ആരും അവരെ തടഞ്ഞു വെച്ചില്ല, ആരും ചോദിച്ചില്ല. അവർക്ക് പോകാനായിട്ട് കൊളാബയിലേക്ക് പോകാൻ, CSTയിലേക്ക് പോകാൻ, ട്രൈഡന്റ് ഹോട്ടലിലേക്ക് പോകാൻ, താജിലേക്ക് പോകാൻ കാറുകൾ റെഡിയായിരുന്നു. എങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ പ്രദേശത്ത് പോലും വലിയ 10 പേര് ബാഗും ഒക്കെ തൂക്കി വന്നാൽ ഏതാന്ന് ചോദിക്കില്ലേ? ഈ ഗ്രാമത്തിൽ ആരും ചോദിച്ചില്ല. എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു ഇങ്ങനെ ചിലർ വരുമെന്ന്. അവരെ കൊണ്ടുപോകാൻ 4 വാഹനങ്ങൾ തയ്യാറായിരുന്നു. ആരാണ് ഏർപ്പാടാക്കിയത്? ഉത്തരവില്ല. പ്രാദേശികമായി സഹായം കിട്ടിയിട്ടുണ്ട്. മുംബൈ ഭീകരാക്രമണം നടത്തിയവർ. എന്താണ് മുംബൈ ഭീകരാക്രമണം നടന്നത്? 2008 നവംബർ 26 ബുധനാഴ്ച രാത്രി 9:30 ഭീകരാക്രമണം ആരംഭിച്ചു. 2008 നവംബർ 29 രാവിലെ 8 മണിക്ക് 60 മണിക്കൂറിന് ശേഷമാണ് ഈ ഭീകരരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാൻ പറ്റിയത്. ഇനിയും തീർന്നില്ല. ഭീകരാക്രമണം ആരംഭിച്ചു 9:30 മണിക്ക്.
മുംബൈ നഗരത്തിൻ്റെ പല ഭാഗത്ത് ഭീകരർ തുരുതുര വെടിവെപ്പ് ആരംഭിച്ചു. മനുഷ്യൻ ചിതറി വീഴുകയാണ്. ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ വിളിക്കുന്നു. അവിടെ ജോയിന്റ് സെക്രട്ടറി റാങ്കിലുണ്ടായിരുന്ന ആൾ RVS മണി, ആഭ്യന്തര വകുപ്പ് ജോയിന്റ് സെക്രട്ടറി മണി, ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെ വിളിക്കുന്നു. നമ്മുടെ ആഭ്യന്തര സെക്രട്ടറി ഉൾപ്പെടെയുള്ള എവിടെയാണ്? പാകിസ്ഥാനിലെ മോറിയിലാണ്. മൊബൈൽ സിഗ്നൽ കിട്ടാത്തടത്താണ്. പിന്നെ ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് പോകുന്നു. മന്ത്രിയെ വിളിക്കുന്നു. മന്ത്രിയെ വിളിക്കുമ്പോൾ ഇനിയിപ്പോൾ ഇതിനെ അമർച്ച ചെയ്യാനായിട്ട് NSG വരണം എന്നാവശ്യപ്പെടുന്നു. NSG വേണം എന്നാവശ്യപ്പെട്ടു. പക്ഷേ NSGക്ക് വരാൻ ആദ്യം പറഞ്ഞു അതിന് ഓർഡർ വേണം എന്ന് പറഞ്ഞു. ഓർഡർ, അടിയന്തര വെടിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ ഓർഡർ വേണം, കടലാസിൽ എഴുതിയുള്ള ഉത്തരവ് വേണം എന്ന് പറഞ്ഞു. ആഭ്യന്തരമന്ത്രി ഉത്തരവ് കൊടുത്തു. ഉത്തരവ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് വരാനുള്ള വിമാനമില്ല. L-76 പോലെയുള്ള വിമാനമില്ല. ഒടുവിൽ വിമാനമായി. അങ്ങനെ മനേസർ ആസ്ഥാനത്ത് നിന്ന് NSG കമാൻഡോകൾ ഡൽഹി വിമാനത്താവളത്തിലെ ടെക്നിക്കൽ ഏരിയയിൽ വന്ന് കാത്തിരുന്നു. 11:30 മണിക്ക് പാലം എയർപോർട്ടിൽ കാത്തിരിക്കുകയാണ് NSG കമാൻഡോകൾ. അവർക്ക് പുറപ്പെടാൻ മെസ്സേജ് ഇല്ല, അനുമതിയില്ല. കാരണം എന്താണെന്നറിയോ? ആഭ്യന്തരമന്ത്രി വരുന്നുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് ഈ വിമാനത്തിൽ ആഭ്യന്തരമന്ത്രിക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകണം. അതായത് മനുഷ്യൻ അവിടെ വെടിയേറ്റ് വീഴുമ്പോൾ ആഭ്യന്തരമന്ത്രി പറയുന്നു, എനിക്ക് കൂടെ വരണം, എനിക്ക് നിങ്ങളുടെ കൂടെ വന്ന് നിങ്ങളെ നയിക്കണം. ഇയാൾക്കെന്താ കാർഗിൽ യുദ്ധം നടന്നു പോയിക്കൂടെ? അതിർത്തി പോയി നിൽക്കാൻ വയ്യേ ആഭ്യന്തരമന്ത്രിക്ക്? ശിവരാജ് പട്ടേൽ, കോൺഗ്രസിൻ്റെ ആഭ്യന്തരമന്ത്രി, അയാളെ കിട്ടാതിരുന്നപ്പോഴത്തേക്ക് ശിവരാജ് പട്ടേലിൻ്റെ ഓഫീസിലേക്ക് ആഭ്യന്തര മന്ത്രാലയത്തിലെ അണ്ടർ സെക്രട്ടറി മണിയെ വിളിക്കുമ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എടുത്തിട്ട് പറഞ്ഞു, മന്ത്രിജി വസ്ത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. പിന്നെ വീണ്ടും വിളിക്കുന്നു. അപ്പോൾ പറയുന്നു, മന്ത്രിജി ഉടനെ വരും, ആ രഹാ ഹൈ എന്ന് പറയുന്നു. അങ്ങനെ മന്ത്രിജി വരുന്നതുവരെ പ്രിയപ്പെട്ടവരെ രാത്രി 11:30 മണിക്ക് മനേസർ ആസ്ഥാനത്ത് നിന്ന് പാലം വിമാനത്താവളത്തിലെത്തിയ കമാൻഡോകൾ 4.5 മണിക്കൂർ കാത്തിരുന്നു. എത്ര മനുഷ്യരവിടെ വെടിയേറ്റ് വീണു? ഇനി മാത്രമല്ല, അതിലും ഭീകരമായൊരു വസ്തുതയുണ്ട്. NSG ബോംബെയിൽ, ഡൽഹിയിൽ നിന്ന് വരണം. ബോംബെയിൽ വേറെ സംവിധാനമൊന്നുമില്ലേ? ബോംബെയിൽ അവിടെ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് എന്ന് പറയുന്ന വലിയ കമ്പനിക്ക് കാവൽ നിൽക്കുന്ന CISFൻ്റെ യൂണിറ്റ് ഉണ്ട്. നവി മുംബൈയിൽ CRPFൻ്റെ ഒരു ബറ്റാലിയൻ ഉണ്ട്. വേണമെങ്കിൽ വിളിക്കാമെന്ന്. NSG എത്തുന്നതുവരെ അവരെ വിളിച്ചാൽ ഇത്തരം ഓപ്പറേഷൻസുകൾക്ക് പരിശീലനം കിട്ടിയ നമ്മുടെ പാരാമിലിറ്ററിയായ അവരെ ഇറക്കിയാൽ ഇവരെ നേരിടാമായിരുന്നു. അനങ്ങിയില്ല, വിളിച്ചില്ല. മന്ത്രിയുമായി അങ്ങനെ വിമാനം വന്നിറങ്ങി. ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ല. CSFനെയും CRPFനെയും ഉപയോഗിച്ച് ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ല, വിളിച്ചില്ല. അങ്ങനെ മന്ത്രിയുമായിട്ട് മുംബൈയിൽ വിമാനം വന്നിറങ്ങിയ ഉടനെ ശിവരാജ് പട്ടേൽ ആവശ്യപ്പെട്ടെന്നറിയോ? ഞാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, ഈ NSG കമാൻഡോകളെല്ലാം എനിക്ക് ഗാർഡ് ഓഫ് ഓണർ തരണം. ഈ ഇളിഭ്യൻ അവിടെ നിന്നിട്ട് അവരെ കൊണ്ട് സല്യൂട്ട് ചെയ്യിച്ചു, ഗാർഡ് ഓഫ് ഓണർ. എന്നിട്ട് വേറെ തമാശയുണ്ട്. ഇയാൾ ആ സംഭവത്തിന് ശേഷം പത്രക്കാരെ കണ്ടപ്പോൾ 3 തവണ ഉടുപ്പ് മാറ്റി, ജോധ്പൂരി കോട്ട് 3 തവണ മാറ്റി. മനുഷ്യൻ വെടിയേറ്റ് വീണുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ്? ആദ്യം പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ബോട്ട് തടയാതിരുന്നത്, നമ്മുടെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ പാകിസ്ഥാനിൽ കുടുങ്ങിക്കിടന്നത്, പിന്നെ 4.5 മണിക്കൂർ വിമാനത്താവളത്തിൽ NSG കമാൻഡോകളെ പിടിച്ചു വെച്ചത്, എയർപോർട്ടിൽ ഇറങ്ങിക്കഴിഞ്ഞ് ഈ മനുഷ്യൻ സല്യൂട്ട് സ്വീകരിച്ചത്, അവർ എത്തുന്നവരെ ഒരു ഫസ്റ്റ് എയ്ഡ് എന്ന നിലയിൽ CRPFനെയോ CISFനെയോ വിളിക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? യാദൃശ്ചികമാണോ? ആലോചിക്കണം. ഒടുവിൽ NSG വന്നു. നമ്മൾ ലൈവായിട്ട് കണ്ടു അല്ലേ? NSG താജിൻ്റെ മുകളിലൊക്കെ കയറിൽ തൂങ്ങി ഇറങ്ങുന്നതൊക്കെ നമ്മുടെ ചില മാധ്യമങ്ങൾ ലൈവായി കാണിച്ചു. ഇതിരുന്ന് പാകിസ്ഥാനിൽ ഇരുന്ന് ഇവരെ പറഞ്ഞുവിട്ട ഭീകരവാദികളും കണ്ടു. ബർക്കാദത്തിനെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരാണ് ഞങ്ങളുടെ സ്വാതന്ത്ര്യമാണ് ഇത് ഷൂട്ട് ചെയ്ത് ലൈവായി കാണിക്കുക എന്ന് പറഞ്ഞ് ഇത് കാണിച്ചു കൊണ്ടിരുന്നത്. അത് പാകിസ്ഥാനികൾക്ക് അപ്പോൾ ഈ ഭീകരന്മാർക്ക് വിളിച്ച് ഇന്നിടത്ത് കമാൻഡോ ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള സഹായമായിട്ട് മാറി. അപ്പോൾ ഇതെല്ലാം ഗൂഢാലോചനയാണെങ്കിൽ ഈ ഗൂഢാലോചനയിൽ ഇവിടുത്തെ ചില മാധ്യമ പ്രവർത്തകരുമാണ്. ഒടുവിൽ ഭീകരന്മാരിൽ 9 പേരും കൊല്ലപ്പെട്ടു.
ഒരാളെ മാത്രം കിട്ടി, അജ്മൽ കസബിനെ. അജ്മൽ കസബിനെ എങ്ങനെയാണ് പിടികിട്ടിയത്? അപ്പോൾ നമ്മൾ ഓർക്കണം, രാജ്യം അശോക ചക്ര കൊടുത്ത് ആദരിച്ച തുക്കാറാം ഓംബ്ലെ എന്ന് പറയുന്ന മനുഷ്യനോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. CST ടെർമിനസ്, കാമ ഹോസ്പിറ്റൽ റോഡ്, ഇവിടെയൊക്കെ ആക്രമണം നടത്തിയിട്ട് ഈ ഭീകരന്മാർ അജ്മൽ കസബും ഇസ്മയിൽ ഖാനും കൂടി ഒരു സ്കോഡ കാർ തടഞ്ഞു നിർത്തി അവരെ കൊന്നു കഴിഞ്ഞിട്ട് കാറെടുത്ത് രക്ഷപ്പെടുകയായിരുന്നു. രക്ഷപ്പെട്ടു പോയ ഇവർ ഗിർഗാവ് ചൗപ്പട്ടി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ മുംബൈ പോലീസിലെ ASI തുക്കാറാം ഓംബ്ലെയും സംഘവും ഈ വണ്ടി തടഞ്ഞു, വെടിവെച്ചു. വെടികൊണ്ട് കാറിനകത്തിരുന്ന് ഈ അജ്മൽ കസബിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇസ്മയിൽ ഖാൻ കൊല്ലപ്പെട്ടു. പെട്ടെന്ന് അജ്മൽ കസബ് തറയിൽ കിടന്ന് താൻ കീഴടങ്ങുന്നതായിട്ട് ഭാവിച്ചു. ഇയാൾ കീഴടങ്ങി എന്ന് കരുതി പോലീസുകാർ അടുത്തെത്തിയപ്പോൾ AK-47 തോക്കെടുത്ത് ഇയാൾ വെടിവെച്ചു. പക്ഷേ തുക്കാറാം ഓംബ്ലെ അവൻ്റെ നെഞ്ചത്ത് കയറിയിരുന്ന് ആ തോക്ക് പിടിച്ചു, രണ്ട് കൈ കൊണ്ടും പിടിച്ചു വെച്ചു. അവൻ ട്രിഗർ അമർത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ആ വെടിയുണ്ട മുഴുവൻ കൊണ്ടത് തുക്കാറാം ഓംബ്ലെയുടെ ദേഹത്താണ്. മറ്റു പോലീസുകാർക്ക് കൊണ്ടില്ല. തുക്കാറാം ഓംബ്ലെ ഇങ്ങനെ 12 വെടിയുണ്ടകൾ തൻ്റെ ശരീരത്തിൽ തറച്ച് കയറിയിട്ടും അജ്മൽ കസബിനെ കീഴ്പ്പെടുത്തി. അപ്പോഴേക്കും ബാക്കി വന്ന പോലീസുകാരെല്ലാം വന്ന് അജ്മൽ കസബിനെ പിടികൂടിയത് കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട സംഭവം പൊളിഞ്ഞു. തന്ത്രികമാണ്. അജ്മൽ കസബിൻ്റെ പേര് അയാളുടെ ശരീരത്തിലുണ്ടായിരുന്ന ID കാർഡ് പ്രകാരം സമർ ചൗധരി എന്നായിരുന്നു. അവൻ്റെ നെറ്റിയിലൊരു കുറി ഉണ്ടായിരുന്നു. അവൻ്റെ കയ്യിൽ ഇതുപോലെ ഒരു ചരടുണ്ടായിരുന്നു. അജ്മൽ കസബും കൊല്ലപ്പെട്ടിരുന്നെങ്കിൽ 166 പേരെ കൊലപ്പെടുത്തിയ ആക്രമണം മുംബൈയിൽ നടത്തിയത് ഹിന്ദു ഭീകരന്മാരായിരുന്നു എന്ന്. കാരണം ഇവിടെ ഒരു നറേറ്റീവ് അങ്ങനെ ആവശ്യമായിരുന്നു. കോൺഗ്രസിന് ആവശ്യമായിരുന്നു. കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നു മലേഗാവ് സ്ഫോടനം പോലെ, മക്ക മസ്ജിദിലെ സ്ഫോടനം പോലെ ഒരു വ്യാജ നറേറ്റീവ് ഉണ്ടാക്കി ഹിന്ദു ഭീകരർ, ഇസ്ലാമിക ഭീകരത പോലെ ഈ രാജ്യത്തിന് അപകടമാണ് എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ചില സംഘടനകൾ ഇസ്ലാമിക തീവ്രവാദികളെക്കാൾ വലിയ ഭീഷണിയാണ് എന്ന് രാഹുൽ ഗാന്ധി പ്രസംഗിച്ചിരുന്നു. ഹിന്ദു ടെറർ എന്നുള്ള വാക്ക് ആദ്യമായി പ്രയോഗിച്ചത് ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡെയാണ്. അങ്ങനെ ലോകത്തിന് മുന്നിൽ ഹിന്ദുക്കൾ, ഭീകരന്മാരായ ഹിന്ദുക്കൾ ബോംബെയിൽ നടത്തിയ വലിയൊരു ഭീകരാക്രമണം ആയിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയ ഒരു ഓപ്പറേഷൻ ആയിരുന്നു മുംബൈ സ്ഫോടനം. അജ്മൽ കസബിനെ പിടിച്ചു കഴിഞ്ഞ് അയാളുടെ പക്കൽ നിന്ന് ചോദ്യം ചെയ്തപ്പോൾ അയാളുടെ പക്കൽ നിന്ന് അയാൾ സമ്മതിച്ചു, ഞാൻ പഞ്ചാബിലെ ദിബൽപൂർ താലൂക്കിലെ ഫരീദാകോട്ട് സ്വദേശിയാണ്. 1987 സെപ്റ്റംബർ 13 ജനിച്ചത്. 21 വയസ്സുണ്ടായിരുന്നു. അയാളുടെ വീട് തേടി ഡോൺ എന്ന് പറയുന്ന പാകിസ്ഥാനിലെ പത്രം BBC ഒക്കെ പോയി. അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞു, ചിത്രം കണ്ട് എൻ്റെ മോൻ തന്നെയാണത്, അവൻ എൻ്റെ മകനല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എന്ന് അയാളുടെ പിതാവ് പറയുന്ന വിഷ്വൽസ് പറഞ്ഞു. അവൻ വീട്ടിൽ വന്നിരുന്നു. ഈദിന് തൊട്ട് മുമ്പ് വന്ന് കുറേ പൈസ ചോദിച്ചു. പൈസ കൊടുക്കാൻ ഞങ്ങളുടെ ഇല്ലായിരുന്നു. അപ്പോൾ ലഷ്കർ ചേരാൻ പോവുകയാണ്, ലഷ്കർ ഇ തൈബ അവന് പൈസ കൊടുക്കും എന്ന് അവൻ പറഞ്ഞിട്ട് അങ്ങനെ അവൻ പോയതാണെന്ന് അവർ പറഞ്ഞു. എന്നിട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇത് സംബന്ധിച്ച് ഒരു ഡോസിയർ തയ്യാറാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ചിദംബരം പാകിസ്ഥാനിലേക്ക് കൊടുത്തു. പാകിസ്ഥാനികൾ അത് വെച്ചിട്ട് പറഞ്ഞു, കണ്ടില്ലേ, നിങ്ങളുടെ സർക്കാർ തന്നെ പറയുന്നത് ഞങ്ങളല്ല എന്നാണ്. 10 പേരുടെ പേര് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അറിയാം, കേന്ദ്ര സർക്കാരിന് അറിയാം. അവരെ ശിക്ഷിക്കപ്പെട്ടു, കേസുണ്ടായിരുന്നു. 10 പേരുടെ പേര് ഞാൻ പറയാം. മുഹമ്മദ് അജ്മൽ അമീർ കസബ്, ഇസ്മയിൽ ഖാൻ, സഫീദ് അർഷദ്, ജാവേദ് അബു അലി, ഷുഹൈബ്, നസീർ അഹമ്മദ്, അബ്ദുൾ റഹ്മാൻ, ഫഹദുള്ള, ബാബർ ഇമ്രാൻ, നസീർ അബു ഉമർ. ഇത്രയും പേരായിരുന്നു അന്ന് കടൽ കടന്ന് വന്ന 10 പേർ. അവരെന്തിനാണ് വന്നത്? നമ്മുടെ രാജ്യത്തെ ഭീകരാക്രമണം നടത്താനാണ്. പക്ഷേ ഇന്ത്യൻ സർക്കാരിന്, ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടിക്ക് ഒരു താല്പര്യം കൂടി ഉണ്ടായിരുന്നു. ഈ വന്നവർ പാകിസ്ഥാനികളല്ല, ഇന്ത്യക്കാർ തന്നെയാണ്. സമർ ചൗധരിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആക്രമണം, ചരട് കെട്ടിയ, നെറ്റിയിൽ സിന്ദൂരക്കുറി അണിഞ്ഞ ഹിന്ദു ടെററിസ്റ്റുകളെ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ വേണ്ടി നടത്തിയ നാടകം. നോക്കൂ, ഇനി ഞാൻ ആദ്യം പറഞ്ഞ ഓരോ ഘടകങ്ങൾ ഓരോന്നായിട്ട് എടുത്ത് നോക്കൂ. നേവിയുടെ കപ്പലിനോട് തിരിച്ചു പോകാൻ പറഞ്ഞു. ആര് പറയണം? സർക്കാരിലെ ഉന്നതൻ പറയണം.
ആ സംഭവം നടക്കുമ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, മന്ത്രി എന്ത് തീരുമാനിച്ചാലും ഉദ്യോഗസ്ഥന്മാർ നല്ല കൊള്ളാവുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവർ നടപടിയെടുക്കും. ഒറ്റ ഉദ്യോഗസ്ഥനും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാനിലൊരു മീറ്റിംഗ്. അതിലേക്ക് ഒരു മുസ്ലിം നാമധാരിയായ ബോർഡർ മാനേജ്മെൻറ്റിലെ ഒരാളെ പ്രോട്ടോകോൾ ലംഘിച്ച് കയറ്റിവിടും. അയാൾ ബാക്കിയുള്ള എല്ലാവരെക്കാളും സീനിയറാണ്. അയാൾക്ക് തീരുമാനമെടുക്കാൻ കഴിയുന്നമാറ് ഒരവസ്ഥ ഉണ്ടാക്കിയിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് വീണ്ടും പാകിസ്ഥാനിൽ നിൽക്കുന്നു. മൊബൈൽ വയർലെസ് കമ്മ്യൂണിക്കേഷൻ കിട്ടാത്ത ഒരു സുഖവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. വിമാനത്താവളത്തിൽ NSG കമാൻഡോകൾ 4 മണിക്കൂർ കാത്തിരിക്കുന്നു. അവർ വരുന്നത് വരെ തൊട്ടടുത്തുള്ള CRPFനെയോ CISFനെയോ വിളിച്ചിറക്കുന്നില്ല. യാദർശികമാണോ? ഒരു സംശയവുമില്ല. ഇത് രാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയും കേന്ദ്ര സർക്കാരും പാകിസ്ഥാനുമായി ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചനയായിരുന്നു. ഈ ഗൂഢാലോചനയുടെ കഥ മണി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. RVS മണി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ANAയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നത് ദേശീയ മാധ്യമങ്ങളിലൊക്കെ വലിയ വിവാദമായിരുന്നു, വലിയ ചർച്ചയായിരുന്നു. മലയാളത്തിലൊരു ഒറ്റ മാധ്യമം, ഒറ്റ പത്രം RVS മണി എന്ന് പറയുന്ന മുൻ ആഭ്യന്തര വകുപ്പ് അണ്ടർ സെക്രട്ടറിയുടെ അഭിമുഖത്തെക്കുറിച്ച് വാർത്ത പ്രസിദ്ധീകരിച്ചില്ല. അദ്ദേഹം പക്ഷേ ഇതിലേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദു ടെറർ ഇൻസൈഡർ അക്കൗണ്ട് ഓഫ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് RVS മണി എന്ന് പറയുന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൽ നിന്നെടുത്ത ചുരുക്കം ചില കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ പാകിസ്ഥാനുമായി ചേർന്ന് നമ്മുടെ സഹോദരങ്ങളെ കൊന്നുവീഴ്ത്താൻ മടികാട്ടാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു കേന്ദ്ര സർക്കാരും ഈ രാജ്യം ഭരിച്ചു. അവരുടെ ഗൂഢാലോചനയുടെ കഥകൾ ഇവിടെ തീരുകയല്ല, തുടരുകയാണ്. RVS മണിയുടെ ഈ പുസ്തകത്തിൽ പറയുന്ന ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ അടുത്ത എപ്പിസോഡുകളിലായി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഉറപ്പായും കാണണം, നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ഒരു മാധ്യമവും ഒരു പത്രവും ഒരു ചാനലും ഇത് പറയില്ല. അതുകൊണ്ട് ഉറപ്പായും നമ്മൾ അറിഞ്ഞിരിക്കണം. വരും തലമുറകൾ അറിയാൻ വേണ്ടിയും കൂടിയാണ്, നിങ്ങൾ പറയാൻ വേണ്ടിയും കൂടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. നാളെ ഇതിൻ്റെ ബാക്കി അടുത്ത എപ്പിസോഡ് ഉണ്ടാവും. ഉറപ്പായും കാണണം. ഇത് പരമാവധി ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം, ഷെയർ ചെയ്യണം. നമ്മുടെ രാജ്യത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി, അദ്ദേഹത്തിൻ്റെ പാർട്ടി, അവർക്ക് ഭരണമുണ്ടായപ്പോൾ എങ്ങനെയാണ് പാകിസ്ഥാനോട് ചേർന്ന് ഒരു മാച്ച് ഫിക്സിംഗ് നടത്തിയത് എന്ന് തെളിയിക്കുന്ന എപ്പിസോഡുകളാണ് ഇതിന് പിന്നാലെ വരുന്നത്. ഉറപ്പായും കാണണം, പരമാവധി ആളിലേക്ക് എത്തിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായും ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക. നാളെ ഉണ്ടാവും.